ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും. കാരണം ലാലേട്ടൻ്റെ അമ്മയും, ലാലേട്ടൻ കുപ്പിയുടെ അകത്തും അല്ലേ, അമ്മേനെ നമ്മൾ ബൾബിനുള്ളിൽ മുട്ടത്തോടിലും. ചേട്ടാ ഇത് എത്ര നാളെടുത്തു? ഇതൊരു 3 മാസത്തെ പണിയാണ്. ഇത് ഏത് ലാലേട്ടൻ? അതായത് ഇത് ഒരു 5-8 വർഷം മുന്നേ മംഗളത്തിലൊരു എൻ്റെ ഒരു കവർ പേജിലൊരു ചിത്രം, അത് സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഒരു ഫേസ് കണ്ടിരുന്നു. അപ്പോൾ അത് ഒരു ഭംഗി തോന്നിയപ്പോൾ അതെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ മുഖം ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. 1.25 സെൻറ്റിമീറ്റർ ചതുരം 5 ഇഞ്ച് നീളത്തിലുള്ള 16 മരക്കഷ്ണങ്ങൾ ഒരുമിച്ച് ഒട്ടിച്ച് ചേർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രൂപം കൊത്തിയുണ്ടാക്കി കഷ്ണങ്ങൾ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ ഏതാണ്ട് 24 കഷ്ണത്തോളം ഉണ്ടാവും. അത് ഈ കുപ്പിക്കുള്ളിൽ ഓരോ കഷ്ണങ്ങളായിട്ട് ഇറക്കി അതിനകത്ത് വെച്ച് ഒട്ടിച്ചാണ് ഈ രൂപം തീർത്തിട്ടുള്ളത്. ഇത് മോഹൻലാലിനെ കുപ്പിയിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചിത്രം കൂടി ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ബൾബിനകത്തൊരു മുട്ടത്തോടിലാണ് ചിത്രം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു പൂവിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇത് കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായാൽ ഇതും കൂടെ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാലേട്ടൻ എന്തെങ്കിലും വീഡിയോ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ അവസരം കിട്ടിയാൽ ഇത് ലാലേട്ടനെ സമ്മാനിക്കുന്നതാണ് നാരായണ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു കാര്യം. അത് തന്നെയാണ്. ഒരാളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഇന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കത് സ്വന്തമായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആശയം അതിനനുസരിച്ച് നമുക്ക് ഏത് പ്രവൃത്തിയും ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊരു യമുവിൻ്റെ മുട്ട ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് വെള്ളി കെട്ടിയിരിക്കുന്നതാണ്. ഇത് 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് മുകളിലത്തെ ഭാഗത്തൊരു കണ്ണാടിയും താഴെ ഇത് 4 അറയായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇത് ഹൈദരാബാദിൽ നിന്ന് എനിക്കൊരു സുഹൃത്ത് കൊണ്ടുതന്നതാണ് ഈ യമുവിൻ്റെ മുട്ട. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലെ സാധനം എന്ത് ചെയ്തു? ഉള്ളിൽ സാധനം അത് കളഞ്ഞു. അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. ചീത്തയായി പോയി. അതെ. ഞാൻ കരുതി ഓംലെറ്റ് അടിച്ച് കഴിച്ചോളൂ. അല്ല, അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അതിൻ്റെ സ്മെല്ല്. ലാലേട്ടൻ്റെ അമ്മ കഴിഞ്ഞിട്ട് അടുത്തത് കൃഷ്ണനെയാണ് ബൾബിൽ വെച്ചിരിക്കുന്നത് അല്ലേ ചേട്ടാ? അതെ 4 മുഖങ്ങളുണ്ട് കൃഷ്ണൻ്റെ. അല്ലേ, മുട്ടത്തോടിൽ നമ്മൾ ഒത്തിരി അധികം വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുട്ടത്തോട് ഒരു ബൾബിൻ്റെ ഉള്ളിലാക്കി അത് ഒരു നാച്ചുറൽ പെയിൻറ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, മുട്ടത്തോടിൽ നമ്മൾ ഒത്തിരി വർക്ക് കണ്ടിട്ടുണ്ട് അല്ലേ ചേട്ടാ? കുറേ നേരമായിട്ട് എൻ്റെ കണ്ണിൽ ഒരു കുഞ്ഞ് വീണ വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു നോക്കട്ടെ. ചിരട്ടയുടെ കഷ്ണങ്ങൾ ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് വീണ. ചേട്ടാ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്ന ചെറിയ പീസുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാം ചെറിയ പീസുകൾ കേട്ടോ. 1446 ചെറിയ കഷ്ണങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും തന്ത്രിയല്ലേ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ്. തന്ത്രിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ശബ്ദം കേൾക്കുമായിരിക്കാം. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെതായ ഒരു ശബ്ദമേ കേൾക്കുള്ളൂ. ഇരിക്കുന്നു ചിരട്ടയിൽ വേറെ സാധനം, നാദസ്വരം. ഇത് സോറി കേട്ടോ, നാഗസ്വരമാണ്. നാദസ്വരം 2 സ്വരം വേണ്ട. വീണ കഴിഞ്ഞപ്പോൾ ഒരു ഓടക്കൊള്ളി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതൊരു പിന്നെ ചിന്തിച്ചു ഇങ്ങനെ ഒരു വന്നു. ഇത് 87 സെൻറ്റിമീറ്റർ നീളമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു നാഗസ്വര വിദ്വാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇതിൻ്റെ അളവൊക്കെ വാങ്ങി അങ്ങനെയാണ് ഇതിൻ്റെ പൂർത്തീകരണം. പക്ഷേ ഇത് ഒറിജിനൽ ചെയ്യുന്ന പോലെ തന്നെ ഒറിജിനൽ തന്നെ. പക്ഷേ ഇത് ഒറിജിനൽ തന്നെയാണ്. ഇതുകൊണ്ട് 2 സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉദ്ഘാടനം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് തന്നെ പറയാം, നമ്മൾ താണിക്കുളം ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന സാധനമാണത്. 3 പീസായിട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.